കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തിനായിരുന്നു ഈ കൊലപാതകം എന്നാലോചിക്കുമ്പോൾ CPM പ്രവർത്തകനായിരുന്ന സൂരജ് BJP-യിൽ ചേർന്നതിന്റെ വ്യക്തിവിരോധം മൂലമുള്ള കൊലപാതകം എന്നതാണ് ഈ കേസ്. 2005 ഓഗസ്റ്റ് 7 രാവിലെ 8:40 മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് നടന്ന കൊലപാതകമാണിത്. സംഭവത്തിന് 6 മാസം മുൻപ് തന്നെ സൂരജിനെ വധിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇരുകാലിലും വെട്ടേറ്റ് 6 മാസം സൂരജ് കിടപ്പിലുമായിരുന്നു. CPM പ്രവർത്തനായ സൂരജ് BJP-യിൽ ചേർന്നതിന്റെ ആ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. 28 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. 51 രേഖകളാണ് ഹാജരാക്കിയത്. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസ്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. തുടക്കത്തിൽ 10 പേർക്കെതിരെയായിരുന്നു കേസ്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി TK രജീഷ് നൽകിയ കുറ്റസമ്മത മൊഴി പ്രകാരം 2 പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ രജീഷും മനോരാജും ഇതിൽ പ്രതികളായി അനുബന്ധ കുറ്റപത്രം നൽകുകയായിരുന്നു. 2010 കേസ് വിചാരണയ്ക്ക് പരിഗണിച്ചെങ്കിലും സാക്ഷി വിസ്താരം തുടങ്ങിയിരുന്നില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സൂരജിന്റെ അമ്മ സതി ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജൻ, പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് NR ഷാനവാസ് എന്നിവരാണ് ഹാജരായത്. 1-ാം പ്രതി മുഴപ്പിലങ്ങാട് ലക്ഷം വീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംസുദ്ദീൻ എന്ന ഷംസു, 12-ാം പ്രതി മക്രേരി കിലാലൂരിലെ TP രവീന്ദ്രൻ എന്നിവരാണ് സംഭവശേഷം മരിച്ചത്. 10-ാം പ്രതി എടക്കാട് കണ്ണവത്തൻ മൂല നാഗത്താൻ കോട്ട പ്രകാശിനെ കേസിൽ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു. TK രജീഷ് മഴുകൊണ്ട് തലയ്ക്കും യോഗേഷ് വാൾകൊണ്ട് കഴുത്തിനും വെട്ടി എന്നാണ് കേസ്. ഷംസുദ്ദീൻ, മനോജ് എന്നിവർ വാളുകൊണ്ട് തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തി എന്നതാണ് സാക്ഷിമൊഴി. ശേഷം 1-ാം പ്രതി ഷംസുദ്ദീൻ സാക്ഷികളെ ഭീഷണിപ്പെടുത്തി. 25 ഓഗസ്റ്റ് 7 രാവിലെ 8:40 ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ച് സൂരജിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. വാൾ, മഴു, കൊടുവാൾ എന്നിവ കൊണ്ടാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. അർജുൻ, ഇപ്പോൾ രണ്ടാമതൊരു അനുബന്ധ കുറ്റപത്രം കൂടി നൽകിയിട്ടാണ് 2 പ്രതികൾ ഇതിൽ കൂടുതലായി ഉണ്ടാകുന്നത്. അതിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ സഹോദരനും പ്രതിയാകുന്നത്. കേസിൽ അപ്പീൽ നൽകും എന്ന് തന്നെയാണല്ലോ CPM നേരത്തെ പ്രതികരിച്ചിട്ടുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, അതായത് ഈ കേസിൻ്റെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റക്കാരനാണെന്ന വിധി പ്രസ്താവത്തിന് ശേഷം CPIM-ന്റെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ പ്രതികരണം നടത്തിയിരുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ നിരപരാധികളാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി അപ്പീൽ നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി MV ജയരാജൻ വ്യക്തമാക്കിയത്. എന്തായാലും പാർട്ടി അല്ലെങ്കിൽ CPIM കൃത്യമായ രീതിയിൽ ഇതിനകത്ത് പ്രതികളോടൊപ്പം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് MV ജയരാജൻ്റെ പ്രതികരണത്തിലൂടെ അന്ന് വ്യക്തമാവുകയും ചെയ്തത്. അത് നിരപരാധികളാണ്, കോടതി ശിക്ഷിച്ചാൽ പോലും CPIM-നെ സംബന്ധിച്ച് അവർ നിരപരാധികളാണ്. ഈ കേസിൽ മറ്റുദ്ദേശങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഒക്കെ ഭാഗമായി പ്രതിചേർക്കപ്പെട്ടതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും CPIM-ന്റെ ഭാഗമായി ഉന്നയിക്കപ്പെടുന്നത്. ആ നിലപാട് ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നതാണ്. ഇപ്പോഴും ആ നിലപാട് തന്നെ CPIM-ന്റെ നേതാക്കളെല്ലാം തന്നെ ആവർത്തിക്കുകയാണ്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 2 പേർ. ആ 2 പേർ ആദ്യം ഈ കേസിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് TP കേസിലെ പ്രതിയായിട്ടുള്ള TK രജീഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരനായിട്ടുള്ള മനോരാജ് നാരായണനുമാണ്. ആ മനോരാജ് നാരായണനും അതുപോലെ തന്നെ TK രജീഷും പിന്നീട്, അതായത് TP കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന അന്വേഷണത്തിനിടയിൽ ഒരു കുറ്റസമ്മത മൊഴി നൽകുകയായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് TK രജീഷിനെയും അതുപോലെ തന്നെ മനോരാജ് നാരായണനെയും ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയത്. അതിനുശേഷം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചാണ് ഈ കേസിൽ ഇവരെ 2 പേരെയും പ്രതികളാക്കി ഉൾപ്പെടുത്തുകയും ചെയ്തത്. കേസിലെ 2-ാം പ്രതി TK രജീഷ് ഈ കൊലപാതകത്തിന് നേരിട്ട് നേതൃത്വം നൽകിയ ആളാണ്, നേരിട്ട് പങ്കെടുത്തയാളാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട മറ്റൊരാൾ ഈ മനോരാജ് നാരായണൻ, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിൻ്റെ സഹോദരൻ, അദ്ദേഹവും ഈ കേസിൻ്റെ ഭാഗമായി നേരിട്ട് പങ്കെടുത്തയാളാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അവരുൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ കോടതി ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഇതിൽ 2 പേർ, 1-ാം പ്രതിയും 12-ാം പ്രതിയും ഈ വിചാരണ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഈ സമയത്തിനിടയിലാണ് മരണപ്പെടുകയും ചെയ്തത്. ആ 2 പേരും ഉൾപ്പെടെ 12 പേരാണ് ഈ കേസിലുണ്ടായിരുന്നത്. അതിൽ ഒരാളെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. കേസിലെ 11-ാം പ്രതിയായിട്ടുള്ള നാഗത്താൻ കോട്ട പ്രകാശിനെയാണ് കോടതി കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള വിധി പ്രസ്താവത്തിന് ഈ വെറുതെ വിടുന്ന അദ്ദേഹം ഈ കേസിനകത്ത് ഉൾപ്പെട്ടുന്നില്ല എന്നുള്ളത് ഒരു നിരീക്ഷണം നടത്തി അദ്ദേഹത്തെ വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. മറ്റുള്ള എല്ലാവരെയും, അതായത് ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെയുള്ളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിയമ മേഖലയുമായി ബന്ധപ്പെടുന്നവരെല്ലാം പറഞ്ഞിരുന്നത്
സാധ്യത കുറവാണ് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ പറഞ്ഞത്. പക്ഷേ കൃത്യമായ രീതിയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും അന്വേഷണ സംഘവും എല്ലാം കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞു, സാക്ഷികളെ വിസ്തരിക്കാൻ വേണ്ടി കഴിഞ്ഞു. പക്ഷേ ആ ഘട്ടത്തിൽ കൂടി ഈ സാക്ഷി വിസ്താരത്തിനുള്ളിൽ ചിലയാൾ സാക്ഷിമൊഴി മാറ്റിക്കൊണ്ട് ഈ കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ഉൾപ്പെടെ അത്തരത്തിൽ സാക്ഷിമൊഴി മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘം ഹാജരാക്കിയിട്ടുള്ള മറ്റ് തെളിവുകളുടെയൊക്കെ ഭാഗമായാണ് ഇത്തരമൊരു വിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേസിൻ്റെ അന്വേഷണ മികവ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമായ രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. ഇതിനകത്ത് ഹാജരാക്കിയിട്ടുള്ള തെളിവുകളെയും സാക്ഷി വിസ്താരവും എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ എടുത്തു പറയുന്നുണ്ട്. ആദ്യം സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ തന്നെ 2 പ്രതികളെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യം രേഖപ്പെടുത്തി തന്നെയാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നീട് ഈ TP കേസ് പ്രതിയായിട്ടുള്ള TK രജീഷ് കുറ്റസമ്മത മൊഴി നൽകുന്നതും അതിൻ്റെ ഭാഗമായി 2 പേരെ കൂടി ഈ കേസിൻ്റെ ഭാഗമായി ചേർത്തുകൊണ്ട് ഒരു കുറ്റപത്രം പിന്നീട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ 12 പ്രതികളാണ്. ആ 12 പേരിൽ ഒരാൾ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി, 2 പേർ മരണപ്പെട്ടു. അങ്ങനെ 9 പേരിൽ 8 പേരും കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. ശരി, അർജുൻ കല്യാട്, കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിലാണ് 8 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള വിധി.